മക്കളെ, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശരാശരി എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കടക്കാണ്. 2021 മുതൽ 2025 വരെ ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നു, സെറ്റാകുന്നു. എടാ, ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ തരട്ടെ. എന്താണ് ശരാശരി? ശരാശരി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഒരു ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആകെയുള്ള തുകയെ ആകെയുള്ള എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ശരാശരി എന്ന് വെറുതെ വേഗമായി നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. ആക്ച്വലി ഞാനിനി പറയുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചേക്കണം. എടാ, ഒരു വീട്ടില് 4 പേരുണ്ടെന്ന് വിചാരിക്കാം. 4 പേര്, അതിലൊരാള് 3 രൂപ കൊണ്ടുവന്നു. 4 പേരുണ്ട്, അതിലൊരാള് 3 രൂപ കൊണ്ടുവന്നു. അടുത്ത ആള് ഒരു 7 രൂപ കൊണ്ടുവന്നു. ഓക്കെ, മൂന്നാമത്തെ ആള് ഒരു 10 രൂപ കൊണ്ടുവന്നു. ഓക്കെ, നാലാമത്തെ ആള് ഒരു 4 രൂപ കൊണ്ടുവന്നു. അപ്പൊ 4 പേര് 4 തരത്തിലുള്ള പൈസ കൊണ്ടുവന്നു. ആദ്യത്തെ ആള് 3 രൂപ, രണ്ടാമത്തെ ആള് 7 രൂപ, മൂന്നാമത്തെ ആള് 10 രൂപ, നാലാമത്തെ ആള് 4 രൂപ കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ ചെയ്യുന്ന പരിപാടി എന്താന്ന് വെച്ചാൽ, ഈ 4 പേരും കൊണ്ടുവന്ന പൈസ ഇങ്ങോട്ട് എടുക്കുന്നു. നമ്മൾ ഈ സമത്വം എന്നൊക്കെ പറയുന്ന പോലെ ആ കൺസെപ്റ്റ് അനുസരിച്ച് ഇവര് കൊണ്ടുവന്ന പൈസ മുഴുവനായും നമ്മൾ ചേർത്ത് വെക്കുന്നു. ആ കുടുംബത്തിനൊരു ഗൃഹനാഥൻ ഉണ്ടെന്ന് വിചാരിക്കും. ഇങ്ങനെ ചെയ്യുന്ന പരിപാടി ഈ പൈസ മൊത്തം ഇങ്ങോട്ട് കൂട്ടി വയ്ക്കും. അപ്പൊ ആ ഗൃഹനാഥന്റെ കയ്യിൽ മൊത്തത്തിൽ എത്ര രൂപയുണ്ട്? ഈ പൈസ എല്ലാം കൂടി ചേരുന്നതല്ലേ ഗൃഹനാഥന്റെ കയ്യിൽ ഉണ്ടാവുക. 3ഉം 7ഉം 10ഉം 4ഉം ഇതെല്ലാം കൂടി ചേർന്നാൽ 24 രൂപ ഈ ഗൃഹനാഥന്റെ കയ്യിലുണ്ട് അല്ലെ. നീ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നറിയോ? ഇവിടെ ഒരാൾ 3 രൂപയെ കൊണ്ടുവന്നിട്ടുള്ളൂ, ഒരുത്തൻ 10 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും ഗൃഹനാഥന്റെ കയ്യില് മൈൻഡില് വിലയേ ഇല്ല, അതിനൊരു പ്രസക്തി ഇല്ല. പുള്ളിക്കാരൻ ചെയ്യുന്നത് ഈ മൊത്തം കൊണ്ടുവന്ന പൈസേനെ 4 പേർക്കും ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കും, തുല്യമായി വീതിച്ചു കൊടുക്കും, തുല്യമായി പകുത്തു കൊടുക്കും. അപ്പൊ 24-ന് 4 പേർക്കും പൈസ ഈക്വലി വീതിച്ചു കൊടുത്താൽ, തുല്യമായി പകുത്തു കൊടുത്താൽ എത്ര രൂപ ഒരാളുടെ കയ്യിലുണ്ടാവും? 6 രൂപ. ഈ സാധനം നിങ്ങളുടെ മനസ്സിൽ വേണം. ഞാൻ ഇനി ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വേണം. സത്യത്തിൽ ഇതാണ് ശരാശരി. ഒരാൾക്ക് ഏകദേശം ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, ശരിയല്ലേ എന്ന് ചോദിച്ചാൽ ശരിയല്ല അല്ലെ. ഇവിടെ 3 രൂപയെ കൊണ്ടുവന്നിട്ടുള്ളൂ, അവന് 6 രൂപ കിട്ടി, ഇവിടെ ശരിയല്ല. ഇവിടെ 7 രൂപ കൊണ്ടുവന്നു, അവന് 6 രൂപ കിട്ടി, ശരിയല്ല. ഇവിടെ 10 രൂപ കൊണ്ടുവന്നവനും കിട്ടിയത് 6 രൂപ, ശരിയല്ല. ഇവിടെ 4 രൂപ കൊണ്ടുവന്നവനും കിട്ടിയത് എത്ര? 6 രൂപ, അതും ശരിയല്ല. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ ശരിയാണ് അല്ലെ. മൊത്തത്തിൽ ഇവിടെ 24, ഇവിടെയും 24. ഇവിടെയുള്ള പ്രത്യേകത എന്താ? സെക്കൻഡ് കേസിലെ എല്ലാവർക്കും തുല്യമായിട്ടാണ് പകുത്തു കൊടുത്തത്. 4 പേർക്കും 6 6 6 6 അങ്ങനെ പകുത്തു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വേണം. ഒപ്പം നിങ്ങൾക്ക് ഈ ഇക്വേഷനും കൂടി ആവശ്യം വരും. എന്താണ് ഇക്വേഷൻ? തുക എന്നത് ശരാശരിയും എണ്ണവും തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നതാണ്. നമ്മൾ അതിനൊരു ട്രയാങ്കിൾ ഒക്കെ ആയിട്ട് പഠിക്കും. ഓക്കെ, തുക കാണാൻ പറഞ്ഞാൽ ശരാശരിയും എണ്ണവും തമ്മിൽ ഗുണിച്ചാൽ മതി. നമ്മൾ ഈ തുകനെ ഹൈഡ് ചെയ്ത് പിടിക്കും. അറിയാലോ പരിപാടി? തുക, ശരാശരി, എണ്ണം. തുക കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഭാഗം കൈകൊണ്ട് പൊത്തിപ്പിടിക്കും, ബാക്കിയുള്ളവരെ തമ്മിൽ ഗുണിക്കും. അപ്പൊ തുക കാണാൻ ശരാശരിയും എണ്ണവും തമ്മിൽ ഗുണിച്ചാൽ മതി. എങ്കിലോ ശരാശരി കാണാൻ നമ്മൾ എന്ത് ചെയ്യൂടാ? നമ്മൾ ഈ ഭാഗം മറച്ചു പിടിക്കും. അപ്പോഴോ മുകളിൽ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം എന്ന് കിട്ടും. തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എണ്ണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? എണ്ണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ ഈ ഭാഗം മറച്ചു പിടിക്കും, എണ്ണത്തിന്റെ സൈഡ് കൈകൊണ്ട് പൊത്തിപ്പിടിക്കും. ബാക്കി അവിടെ ആരേ ഉള്ളൂ? മുകളിൽ തുക, താഴെ ശരാശരി. എണ്ണം ചോദിച്ചാൽ തുകയെ ശരാശരി കൊണ്ട് ഹരിച്ചാൽ മതി എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. ഓക്കെ, ഇനി ഇംഗ്ലീഷിലാണെങ്കിലോ SAN, സാനോ സണ്ണോ എങ്ങനെ വേണമെങ്കിൽ വായിച്ചോ. SAN. സമ്മ് കാണാൻ പറഞ്ഞാൽ നമ്മളിത് പൊത്തിപ്പിടിക്കുന്നു, ഏവറേജും
നമ്പേഴ്സും നമ്പർ ഓഫ് ടേംസും നമ്മൾ ഗുണിക്കുന്നു. ഇനി ആവറേജ് കാണാൻ പറഞ്ഞാൽ നമ്മൾ ഈ ആവറേജിന്റെ സൈഡ് പൊത്തിപ്പിടിക്കുന്നു, സമ്മിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എണ്ണം കൊണ്ട് ഹരിക്കുന്നു. നമ്പർ കാണാൻ പറഞ്ഞാൽ, എണ്ണം കാണാൻ പറഞ്ഞാൽ നമ്മൾ അത് പൊത്തിപ്പിടിക്കും, ഈ തുകയെ സമ്മിനെ ആവറേജ് കൊണ്ട് ഹരിക്കും. ഇത്രയും കാര്യം നിങ്ങളുടെ മനസ്സിൽ ഇൻട്രൊഡക്ടറി ആയിട്ട് എനിക്ക് പറയണം എന്ന് തോന്നി. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കിനി ചോദ്യങ്ങളിലേക്ക് കടക്കാം. മക്കളെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകണം കേട്ടോ. ചെറിയ ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെ: 4 കുട്ടികൾക്ക് ശരാശരി 7 വയസ്സ്. 5ാമത് ഒരു കുട്ടി കൂടി ചേർന്നാൽ ശരാശരി 6 വയസ്സാകുന്നു. എങ്കിൽ 5ാമന്റെ വയസ്സ് എത്രയെന്ന് കണ്ടുപിടിക്കണം. 5ാമന്റെ വയസ്സ് എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഇതിന്റെ ലോജിക്ക് ആദ്യം പറഞ്ഞുതരാം. ഇത് ലോജിക്കലി തിങ്ക് ചെയ്ത് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം എന്ന് ഞാൻ ആദ്യം പറയും. എന്നിട്ടേ ഞാൻ ഇതിന്റെ മെത്തേഡ് പറയുള്ളൂ. ഓക്കെ, ഇവിടെ 4 കുട്ടികൾ ഉണ്ടായിരുന്നു. 4 കുട്ടികൾ, 2, 3, 4. ഈ 4 കുട്ടികളുടെയും ശരാശരി പ്രായം എന്ന് പറയുന്നത് എത്രയാ? 7 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ, പിന്നെ അവിടേക്ക് 5ാമതൊരു കുട്ടിയും കൂടി വരികയാണ്. അയാളുടെ വയസ്സ് നമുക്കറിയില്ല. 5ാമതൊരാളും കൂടി വരികയാണ്. അപ്പൊ സംഭവിച്ചത് എന്താ? അവിടെ ശരാശരി പ്രായം എന്നുള്ളത് 6 മാറി. അതായത് ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ, ഇവിടെ 7 ആയിരുന്നു അവർക്ക്, അതൊക്കെ എന്തായി? 6 മാറി. ഇപ്പൊ എന്ത് സംഭവിച്ചാണ് അവിടെ? ഓരോന്നിൽ നിന്നും, ഓരോരുത്തരുടെയും പ്രായത്തിൽ നിന്ന് ഒരു വയസ്സ് നമ്മൾ അപ്പുറത്തേക്ക് എടുത്ത് മാറ്റി. അപ്പൊ മൊത്തത്തിൽ ഇത് ഇവിടുന്ന് ഒന്ന് പോയി, ഇവിടുന്ന് ഒന്ന് പോയി, ഇവിടുന്ന് ഒന്ന് പോയി, ഇവിടുന്ന് ഒന്ന് പോയി, അല്ലേ? 7 ആയിരുന്നു, അത് 6 ആകെ. 7 ആയിരുന്നു, അത് 6 ആയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിൽ നിന്നൊരു പീസ് പോയി, ഒരു പീസ് പോയി. അങ്ങനെ 4 എണ്ണത്തിൽ നിന്നും എന്ത് സംഭവിച്ചു? 4 പീസ് പോയി. ഇവിടേക്ക് ആ 4 പീസ് കൊടുത്തു. 2, 3, 4. 5ാമത്തെ ആള് വന്നപ്പോൾ ശരാശരി പ്രായം 6 എന്ന് പറഞ്ഞത്. അതായത് ഈ 5 ആളുകൾക്കും 6 വയസ്സ്. 5 ആളുകൾക്കും ശരാശരി 6 എന്ന് പറഞ്ഞാൽ മൊത്തം തുകയെ കൂട്ടി നമ്മൾ 5 പേർക്കും വീതിച്ചു കൊടുത്തപ്പോൾ, 5 പേർക്കും പകുത്ത് കൊടുത്തപ്പോൾ എല്ലാവർക്കും 6, 6, 6. അങ്ങനെയാണെങ്കിൽ 5ാമനും ശരാശരി പ്രായം 6 ആയി. എങ്കിൽ ഇവന്റെ വയസ്സ് എത്രയായിരിക്കും? 5ാമന്റെ വയസ്സ് എത്രയായിരിക്കും? ഇവിടെ ഓൾറെഡി നമ്മൾ അപ്പുറത്തുനിന്ന് 4 വയസ്സ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. 4 വയസ്സ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവന്റെ വയസ്സ് എത്രയാടാ? ടോട്ടൽ 6 അതിൽ 4 നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഇവന്റെ വയസ്സ് എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഈ 6ൽ നിന്ന് 4 കുറച്ചാൽ കിട്ടുന്ന 2 ഇവന്റെ പ്രായം. 5ാമന്റെ പ്രായം 2 വയസ്സാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കിട്ടിയോ? ഇനി ഞാൻ ഇതിന്റെ മെത്തേഡിലേക്ക് കടക്കട്ടെ. ഇനി ഇതിന്റെ മെത്തേഡ് എന്താ? 4 കുട്ടികൾക്ക് എണ്ണമാണ് 4 കുട്ടികൾ. ഇനി അവരുടെ ശരാശരി തന്നിരിക്കുന്നു 7. അപ്പൊ അവരുടെ വയസ്സുകൾ എല്ലാം കൂടി കൂട്ടിയാൽ എത്രയാ? 4 പേർക്ക് 7 വെച്ച് കൊടുത്താൽ അവരുടെ തുക എന്ന് പറയുന്നത് 28. ഓക്കെ, പിന്നെന്ത് സംഭവിച്ചു? എണ്ണം 5 മാറി. അപ്പൊ ശരാശരിയിൽ എന്ത് സംഭവിച്ചു? ശരാശരി 6 അവരുടെ വയസ്സുകളുടെ തുക എത്ര? 5 ഗുണം 6 ചെയ്താൽ 30 വയസ്സാണ് അവരുടെ എല്ലാം വയസ്സ് കൂട്ടിയാൽ കിട്ടുന്നത്. എങ്കിൽ ഇവരുടെ വ്യത്യാസം എത്രയാ? അതായിരിക്കും 5ാമന്റെ പ്രായം. 30ൽ നിന്ന് 28 പോയാൽ ബാക്കി 2. ഈ 2 വയസ്സാണ് 5ാമന്റെ പ്രായം. ഇങ്ങനെയാണ് ഇത് ആക്ച്വൽ ചെയ്യുന്ന മെത്തേഡ്. പക്ഷെ നമ്മൾ ഈ മെത്തേഡ് ചെയ്യുന്നതിന് പകരം ഒരു ട്രിക്കും കൂടി പഠിക്കുന്നു. ട്രിക്ക് ഇതാണ്, ശ്രദ്ധിച്ചിരിക്കണം. 4 പേരുടെ ശരാശരി പ്രായം 7. 5 പേരുടെ ശരാശരി പ്രായം എത്രയായി? 5 പേരുടെ ശരാശരി പ്രായം 6. ഓക്കെ, നമ്മളിവിടെ ചെയ്യുന്നു 4 5 ആയി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ ഒന്ന് കൂടി. ഓക്കെ, ശരാശരിയുടെ ഭാഗത്ത് 7 6 മാറി, 7 6 കുറഞ്ഞു, അവിടെ 1 കുറഞ്ഞു. സംശയമൊന്നുമില്ലല്ലോ. ഞാൻ എന്ത് ചെയ്തു?
ആദ്യം ആളുകളുടെ എണ്ണം എഴുതി, പിന്നെ അവരുടെ ശരാശരി എഴുതി. സെക്കൻഡ് കേസിൽ അഞ്ചാമതൊരാൾ ചേർന്നു അല്ലേ, അഞ്ചാമതൊരു കുട്ടി കൂടി വന്നു. അപ്പൊ 5 പേരുടെ ശരാശരി 6 എന്ന് ഞാൻ എഴുതി. ഇനി ഞാൻ ചെയ്യുന്ന പരിപാടി ശ്രദ്ധിച്ച് കേൾക്കണം. എടാ, ഇവിടെ ഞാൻ ഈ വട്ടത്തിൽ വെച്ചിട്ടുണ്ട് ഇവരുടെ ഇടയിലുള്ള വ്യത്യാസം, എണ്ണങ്ങളുടെ വ്യത്യാസം. ആ വ്യത്യാസത്തെ ഇങ്ങേ തലക്കിലിരിക്കുന്ന സംഖ്യ കൊണ്ട് ഗുണിക്കുന്നു. ഇങ്ങേ തലക്കിലിരിക്കുന്ന ആളാരാ? 6 ആണ്. 1 ഗുണം 6 പ്ലസ് 1 ഗുണം 6 ചെയ്താൽ കിട്ടുന്നത്. ഓക്കെ, ഇതേ പരിപാടി നമ്മൾ ഒരിക്കൽ കൂടി ചെയ്യുന്നു. എങ്ങനെ നോക്കിക്കോ, നമ്മൾ ഇപ്പുറത്തുള്ള ആളെ കൊണ്ട് ചെയ്തു. ഇനി ഇങ്ങേ തലക്കിലുള്ള -1ന്റെ, അതായത് ശരാശരികളുടെ വ്യത്യാസം കൊണ്ട് ഇപ്പുറത്തുള്ള ആളെ നമ്മൾ ഗുണിക്കും. ഓക്കെ, -1 ഗുണിക്കണം 4, -1 ഗുണിക്കണം 4 ചെയ്താൽ ഉത്തരം -4. 6ൽ നിന്ന് 4 പോയാൽ നമ്മുടെ ഉത്തരായി എത്ര? 2. അപ്പൊ ഞാൻ 3 വഴികളിലൂടെ ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താനുള്ള പരിപാടി പറഞ്ഞു തന്നെ. നിങ്ങൾ മൂന്നാമത്തെ വഴി പ്രാക്ടീസ് ചെയ്യുക. ആദ്യത്തെ ലോജിക്ക് മനസ്സിലാക്കുക. രണ്ടാമത്തെ മെത്തേഡ് നിങ്ങൾ ഉള്ളിൽ വെക്കുക. ക്ലിയർ? ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, അത് 2 ആണ്. ക്ലിയർ അല്ലേ? നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ, രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെ: 50 പേരുടെ ശരാശരി ഭാരം 40 കിലോ. ആ സംഘത്തിൽ നിന്ന് ഒരാൾ പോയപ്പോൾ ശരാശരി 1 കുറഞ്ഞാൽ പോയ ആളുടെ ഭാരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന പരിപാടി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം, പഠിക്കണം. മക്കളെ, ഞാൻ പറഞ്ഞ മൂന്നാമത്തെ വഴിയിലൂടെയാണ് ഇത് ചെയ്യുന്നത്. 50 പേരുടെ ശരാശരി പ്രായം അത് 40 കിലോഗ്രാം. പിന്നെയോ ആ സംഘത്തിൽ നിന്ന് ഒരാൾ പോയി, അപ്പൊ അവരുടെ എണ്ണം എത്രയായി? അത് 49 എന്നായി കുറഞ്ഞു. അപ്പൊ ശരാശരിയിൽ എന്ത് സംഭവിച്ചു? ശരാശരിയിൽ 1 കുറഞ്ഞു. അതായത് 40 ഉണ്ടായിരുന്നത് 39 ആയി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടായ വ്യത്യാസം എത്രയേ? ഇവർക്കിടയിലുള്ള വ്യത്യാസം 1 കുറഞ്ഞു. 50 49 ആയി എന്ന് വെച്ചാൽ 1 കുറഞ്ഞു. അപ്പുറത്ത് 40 39 ആയി, അവിടെയും 1 കുറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. -1 ഗുണിക്കണം 39. ഇപ്പുറത്തും മൈനസ് അപ്പുറത്തും മൈനസ് ആണെങ്കിൽ നിങ്ങൾ ആ മൈനസ് കാര്യമാക്കണ്ട, എങ്കിലും ഞാൻ മൈനസ് വെച്ച് പറയുന്നു. -1 ഗുണിക്കണം 39 ചെയ്താൽ കിട്ടുന്നത് -39. -1 ഗുണിക്കണം 50, -1 ഗുണിക്കണം 50 ചെയ്താൽ കിട്ടുന്നത് -50. അങ്ങനെ രണ്ടും മൈനസ് ആണ്, -39ഉം -50ഉം. എന്താണ് ആ ഫൈനൽ ആൻസർ? അത് -89 ആണ് അല്ലെ? 39 രൂപ കടം, വീണ്ടും അവൻ 50 രൂപ കടം, മൊത്തത്തിൽ മൈനസ്. ഓക്കെ, അങ്ങനെ -89 എന്നാണ് ഇതിന്റെ ഉത്തരം കിട്ടുക. ഇവിടെ വെയിറ്റ് ആണ്, ഒരാളുടെ ഭാരമാണ് ചോദിച്ചിരിക്കുന്നത്. അതൊരിക്കലും മൈനസിൽ പറയില്ലല്ലോ, നമുക്ക് ഈ മൈനസ് ആവശ്യമില്ല. നമ്മൾ 89 എന്ന് പറയും. 89 കിലോ. എവിടെ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വീണ്ടും അതുപോലെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ചോദ്യം, മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ. 12 സംഖ്യകളുടെ ശരാശരി 20. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 19 എന്ന് കിട്ടി എങ്കിൽ കൂട്ടിച്ചേർത്ത സംഖ്യ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. 12 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 20. പിന്നെയോ ഒരു സംഖ്യ കൂടി കൂട്ടിച്ചേർത്തു, 13 സംഖ്യകളായി. അവരുടെ ശരാശരി എന്താ? അവരുടെ ശരാശരി 19. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ 1 കൂടി, അപ്പുറത്ത് 1 കുറഞ്ഞു. അപ്പൊ കൂട്ടിച്ചേർത്ത സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ചെയ്ത പരിപാടി, ഇവിടെ ഒരു സൈഡിൽ പ്ലസും ഒരു സൈഡിൽ മൈനസും ആണ്. അപ്പൊ ചിഹ്നങ്ങൾക്ക് അവിടെ പ്രസക്തി ഉണ്ട്. ചെയ്യാം. +1 ഗുണിക്കണം 19 ചെയ്താൽ +19. ഓക്കെ, -1 ഗുണിക്കണം 12, -1 ഗുണിക്കണം 12 ചെയ്താൽ -12. 19 രൂപ കയ്യിൽ, 12 രൂപ കടം, ബാക്കി എന്താണ് വരിക? 7 രൂപ കയ്യിൽ അല്ലെ? 7 രൂപ കയ്യിൽ. അല്ലെങ്കിൽ 19ൽ നിന്ന് 12 കുറച്ചാൽ 7. അപ്പൊ കൂട്ടിച്ചേർത്ത സംഖ്യ എത്രയാ? 7. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം.
അപ്പൊ ഈ ടൈപ്പിലാണ് ശരാശരിയുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ടൈപ്പ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം, ചെയ്ത് പരിശീലിക്കണം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 7 സംഖ്യകളുടെ ശരാശരി 9. സംഖ്യകളെല്ലാം 2 കൊണ്ട് ഗുണിച്ചാൽ പുതിയ ശരാശരി എത്ര എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന പരിപാടി നിങ്ങൾ നോക്കിക്കേ. 7 സംഖ്യകളുടെ ശരാശരി തന്നിരിക്കുന്നു, അത് 9 ആണ്. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? എല്ലാ സംഖ്യയും 2 കൊണ്ട് ഗുണിച്ചിരിക്കുക. ഇവിടെ 7 പേരുണ്ടെന്ന് വിചാരിക്കുക. 7 പേരുടെയും വില ഇരട്ടിയാവാണ്. എല്ലാവരുടെയും വില ഇരട്ടിയാവാണ്. 2 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പൊ ശരാശരിയിൽ എന്ത് മാറ്റം സംഭവിക്കും? ഇവിടുത്തെ ശരാശരി 9 എന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും 9 9 9 എന്ന് പകത്ത് കൊടുത്തിരിക്കുക. എല്ലാ സംഖ്യകളെയും വീണ്ടും 2 കൊണ്ട് ഗുണിച്ചാൽ എന്താണ് സംഭവിക്കുക? ഇവിടെ 18 ആകും, ഇവിടെയും 18 ആകും, ഇവിടെയും 18 ആകും, ഇവിടെയും 18 ആകും, എല്ലായിടത്തും 18 ആകും. അവരുടെ ശരാശരി എത്രയാവും? ശരാശരി എത്രയാവും? നിങ്ങൾ ഊഹിക്കുന്നത് പോലെ 18 ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്തരം ചോദ്യങ്ങൾ നോക്കിക്കേ. കുറച്ച് സംഖ്യകളുടെ ശരാശരി തരും, എന്നിട്ട് ആ സംഖ്യകളെ മുഴുവൻ ശ്രദ്ധിക്കണം, ആ സംഖ്യകളെ മുഴുവൻ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യും. ഇവിടെ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ എന്താ? ഇവിടെ ഗുണിക്കലാണ്, 2 കൊണ്ടാണ് ഗുണിച്ചിരിക്കുന്നത്. അപ്പൊ പുതിയ ശരാശരി എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് പഴയ ശരാശരി എഴുതുക. എല്ലാ സംഖ്യേനെയും ഗുണിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. നോക്കുമ്പോൾ ശരിയാണ്, സംഖ്യകളെ എല്ലാം ഗുണിച്ചിട്ടുണ്ട്, 2 കൊണ്ടാണ് ഗുണിച്ചിരിക്കുന്നത്. അപ്പൊ ആ പഴയ ശരാശരിയെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കും. അപ്പൊ നമ്മുടെ പുതിയ ശരാശരി കിട്ടും. ക്ലിയർ? അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ഇങ്ങനെ ചെയ്യണം, എളുപ്പത്തിൽ ചെയ്യാം. ഇനി ഇതേപോലെ ഞാനൊരു 2 എക്സാമ്പിൾ പറയട്ടെ. ഒരു 8 സംഖ്യകളുടെ ശരാശരി 8 സംഖ്യകളുടെ ശരാശരി 6 ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ പറയാണ് എല്ലാ സംഖ്യകളുടെയും കൂടെ 4 കൂട്ടി, എല്ലാ സംഖ്യകളുടെയും കൂടെ 4 കൂട്ടി. അപ്പോൾ പുതിയ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പഴയ ശരാശരി എഴുതും, 6. ഇവിടെ എന്താ ഉണ്ടായിരിക്കുന്നത്? കൂട്ടുക ചെയ്തിരിക്കുന്നത്. നമ്മൾ കൂട്ടും. എത്ര കൂട്ടും? എല്ലാ സംഖ്യയുടെയും കൂടെ കൂട്ടിയ ആളെ നമ്മൾ അപ്പുറത്തും കൂട്ടും. 6 + 4 = 10 എന്ന് എഴുതും. മനസ്സിലായോ? അടുത്ത ചോദ്യം, 15 സംഖ്യകളുടെ ശരാശരി 10. എല്ലാ സംഖ്യകളിൽ നിന്നും 3 കുറച്ചു എങ്കിൽ പുതിയ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? പഴയ ശരാശരി എഴുതും, 10. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? എല്ലാ സംഖ്യയിൽ നിന്നും 3 കുറച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പഴയ ശരാശരിയിൽ നിന്നും കുറയ്ക്കും. എത്ര കുറയ്ക്കണം? അപ്പുറത്ത് എത്രയാണോ കുറച്ചത് അത് ഇവിടെയും കുറയ്ക്കും. 10ൽ നിന്ന് 3 പോയാൽ 7. അപ്പൊ കൂട്ടലാണെങ്കിലും കുറയ്ക്കലാണെങ്കിലും ഗുണിക്കലാണെങ്കിലും ഹരിക്കലാണെങ്കിലും സെയിം പരിപാടി. ഒരു എക്സാമ്പിൾ കൂടി പറയാം. എണ്ണം തരുന്നില്ല, പകരം ഒരു കൂട്ടം സംഖ്യകളുടെ, നമുക്ക് എണ്ണത്തിനൂടെ പ്രസക്തിയില്ല, എത്ര സംഖ്യ ആണെന്നുള്ളതിന് പ്രസക്തിയേ ഇല്ല ഇത്തരം ടൈപ്പില്. ഒരു കൂട്ടം സംഖ്യകളുടെ ശരാശരി തന്നിരിക്കുന്നു. ഒരു കൂട്ടം സംഖ്യകളുടെ ശരാശരി എന്നത് 15 ആണ്. എല്ലാ സംഖ്യകളെയും 5 കൊണ്ട് ഹരിച്ചു. അപ്പോൾ പുതിയ ശരാശരി എത്ര? നമ്മൾ എന്ത് ചെയ്യും? പഴയ ശരാശരി എഴുതുന്നു. എന്താണ് അവിടെ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ, അവിടെ ചെയ്തിരിക്കുന്ന ക്രിയ? അത് ഹരണമാണ്. അപ്പൊ നമ്മൾ ഇയാളെ ഹരിക്കും. എന്തുകൊണ്ട്? എല്ലാ സംഖ്യകളെയും എത്ര കൊണ്ടാണ് ഹരിച്ചത് നോക്കി? 5 കൊണ്ട്. അപ്പൊ നമ്മൾ ഇവിടെയും 5 കൊണ്ട് ഹരിക്കും. 15 ഹരിക്കണം 5, 3. ഓക്കെ, എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചോദ്യം, ഒരു കൂട്ടം സംഖ്യകളുടെ ശരാശരി 8. ഒരു കൂട്ടം സംഖ്യകളുടെ ശരാശരി 8. എല്ലാ സംഖ്യകളെയും 3 കൊണ്ട് ഗുണിച്ചു. 3 കൊണ്ട് ഗുണിച്ചു എങ്കിൽ പുതിയ ശരാശരി എത്ര? ഒരു കൂട്ടം സംഖ്യകളുടെ ശരാശരി 8. എല്ലാ സംഖ്യകളെയും 3 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന പുതിയ ശരാശരി എത്ര എന്ന് ദയവ് ചെയ്ത് കമന്റ് ചെയ്യണം. ഓക്കെ, നോക്കട്ടെ എത്ര പേര് ശരിയാക്കുന്നുണ്ട്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
മക്കളെ അഞ്ചാമത്തെ ചോദ്യം ഇങ്ങനെയാണടാ. 20, 25, x, 28, 32 എന്നീ സംഖ്യകളുടെ ശരാശരി തന്നിരിക്കുന്നു. അത് 27. എങ്കിൽ എക്സിന്റെ വില എത്ര? എക്സിന്റെ വില എത്ര എന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ചെയ്യാം. നമുക്കൊരു കാര്യം അറിയാം. എന്തറിയാം? ശരാശരി എന്ന് പറയുന്നത് ആകെയുള്ള സംഖ്യകളെ മുഴുവൻ കൂട്ടിയ ശേഷം അവരുടെ തുക കണ്ട ശേഷം എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ്. ഓക്കെ, ഇവിടെ ശരാശരി തന്നിട്ടുണ്ട്. എത്ര? ശരാശരി തന്നിരിക്കുന്നു 27. ശരാശരിയുടെ ഭാഗത്ത് ഞാൻ 27 എന്ന് എഴുതി. 27 എന്തിനു തുല്യമാണ്? ഇവയെല്ലാം കൂട്ടിയാൽ കിട്ടുന്ന തുകയ്ക്ക് തുല്യമാണ്. അത് ഇതൊക്കെ കൂടി കൂട്ടണം. നമുക്ക് ഇവിടെ തന്നെ കൂട്ടാം. 28 32 കൂട്ടിയാൽ എത്രയാ? 28 2 30, 30 30 60, 60 20 കൂട്ടിയാൽ 80, 80 20 100, 100 5 105. 105 ആണ് ഇവരുടെ തുക. ബൈ എണ്ണം എത്രയാ? ഇവരെത്ര പേരുണ്ട്? 1 2 x 3 28 4 32 5. ഇവിടെ നമ്മളൊരു എക്സിന് വിട്ടുപോയി അല്ലേ? 105ന്റെ കൂടെ എക്സും കൂടി കൂട്ടിയ ശേഷം 5 കൊണ്ട് ഹരിച്ചപ്പോ കിട്ടിയതാണ് 27. ക്ലിയർ അല്ലേ? നമ്മൾ ഈ എക്സിന്റെ വില കണ്ടുപിടിക്കണം. എക്സിന്റെ വില കണ്ടുപിടിക്കണം. എക്സിന്റെ കൂടെ അധികം പറ്റായിട്ടിരിക്കുന്നവരെ മൊത്തം നമ്മൾ അക്കടച്ചൂടു, അപ്പുറത്ത് തട്ടും. അപ്പൊ ഈ ഹരിക്കണം 5നെ നമ്മൾ ആദ്യം അപ്പുറത്തേക്ക് തട്ടുന്നു. അപ്പൊ അതെന്താകുന്നു? അത് ഗുണനം 5 ആകുന്നു. 27 ഗുണം 5 എന്നത് 105 പ്ലസ് എക്സ് എന്ന് കിട്ടുന്നു. അപ്പൊ 27 ഗുണം 5 എത്രയാ? 270ന്റെ പകുതി എന്ന് പറയുന്നത് 135 അല്ലെ? 135. 135 എന്നത് 105 പ്ലസ് എക്സിന് തുല്യമാണ്. എങ്കിൽ എക്സിന്റെ വില എന്ന് പറയുന്നത് ഇവിടെ കൂട്ടണം 105നെ നമ്മൾ അപ്പുറത്തേക്ക് തട്ടിയാൽ കിട്ടും. അവിടെ 135 ഉണ്ട്, കൂട്ടണം 105 അപ്പുറത്തേക്ക് പോകുന്നു, അത് കുറയ്ക്കണം 105 ആകുന്നു. അതാണ് എക്സിന്റെ വില. 105ൽ നിന്ന് 100 പോയാൽ 35, 35 ഒരു 5 കൂടി പോയാൽ ബാക്കി 30. എക്സിന്റെ വില നമുക്ക് കിട്ടി. എക്സ് എന്നത് 30 ആണ്. 30 ആണ്. ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ലേ? അടുത്തേക്ക് വാ മക്കളെ. ആറാമത്തെ ചോദ്യം. ഒരു ക്ലാസ്സിലെ 12 കുട്ടികളുടെ മാർക്കിന്റെ ശരാശരി തന്നിരിക്കുന്നു 40. പിന്നീട് 2 കുട്ടികളുടെ മാർക്ക് 54 പകരം 42 എന്നും 50 പകരം 74 എന്നും തെറ്റായി രേഖപ്പെടുത്തിയതെന്ന് മനസ്സിലായി. എങ്കിൽ എന്നാൽ ആ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കുകളുടെ യഥാർത്ഥ ശരാശരി എത്ര? ആക്ച്വൽ ആവറേജ്. അപ്പൊ ഇങ്ങനെ തെറ്റിപ്പോകുന്ന കണക്കുകൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ അപ്പുറത്തെ പേജിൽ അതെങ്ങനെ ചെയ്യാന്ന് കാണിച്ചു തരാം. 12 പേരുടെ ശരാശരി എന്നത് 40 ആണെന്ന് തന്നിരിക്കുന്നു. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ആ ശരാശരി കണ്ട സമയത്ത് ഒരു ചെറിയ തെറ്റ് പറ്റി. അതിൽ 2 കുട്ടികളുടെ മാർക്ക്, ഒരാള് 54 മാർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവന്റെ മാർക്ക് 42 മാർക്കേ എഴുതിയിട്ടുള്ളൂ. 54 എഴുതേണ്ട സ്ഥലത്ത് 42 എഴുതിയിട്ടുള്ളൂ. ഓക്കെ, അതുപോലെയോ 50 മാർക്കിന് പകരം 50 മാർക്ക് എഴുതണമായിരുന്നു, പക്ഷെ 74 മാർക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. മൊത്തത്തിൽ ഇവര് കൂട്ടിയത് 104 മാർക്കാണ്. ശരിക്കും അതിൽ ചേർക്കേണ്ടത് 6 11 116 മാർക്ക് അവിടെ ചേർക്കണമായിരുന്നു. 104 മാർക്കേ ശരാശരി കാണുമ്പോൾ അവർ കൂട്ടിയിട്ടുള്ളൂ, 116 കൂട്ടേണ്ട സ്ഥലത്ത്. ഓക്കെ, അപ്പൊ ഇനി എത്രയും കൂടി ചേർക്കണം? 110. ഇവരുടെ വ്യത്യാസം എടുക്കുക. 116ഉം 104ഉം തമ്മിലുള്ള വ്യത്യാസം. 116 കുറയ്ക്കണം. 104 ചെയ്താൽ 6ൽ നിന്ന് 4 പോയാൽ 2, 11ൽ നിന്ന് 10 പോയാൽ 1. ഇവരുടെ വ്യത്യാസം എന്ന് പറയുന്നത് 12 ആണ്. ഈ 12 കൂടി ചേർക്കണം. എത്ര പേർക്ക്? എടാ ഈ 12, അവരുടെ ശരാശരി എന്ന് പറയുന്നത് 40 ആണ് അല്ലെ? അവരുടെ ശരാശരി 40 ആണ്. അപ്പൊ നമ്മൾ ആ ശരാശരി എഴുതി 40. ഇനി ഇവിടെ നോക്കിക്കടാ, 104 മാർക്കേ എഴുതിയിട്ടുള്ളൂ, 116 മാർക്ക് വേണമായിരുന്നു അല്ലെ? കുറച്ചും കൂടി കൊടുക്കണം, കുറച്ചും കൂടി അതിലേക്ക് ചേർക്കണം. അപ്പൊ ചേർക്കണമെങ്കിൽ നമ്മൾ പ്ലസ് ഇടും. മനസ്സിലാവുണ്ടോ? 104 മാർക്കേ അവർ എഴുതിയിട്ടുള്ളൂ, 116 മാർക്ക് ശരിക്കും ഉണ്ട്. അപ്പൊ 104ന് ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി ചേർക്കണം. എത്ര? ഒരു 12 മാർക്കും കൂടി ചേർക്കണം. 12 ചുമ്മാ ചേർത്താ പോരാ,
ഇവർക്ക് വീതിച്ച് കൊടുത്ത് ചേർക്കണം. അതായത് 12 മാർക്ക് 12 പേർക്കായി വീതിക്കണം. ഇവരുടെ വ്യത്യാസം എത്രയാണോ അത് ആ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ വീതിച്ചു കൊടുക്കണം. അല്ലെ? എങ്കിലല്ലടാ ശരാശരി ശരിയാവുള്ളൂ. എത്ര കിട്ടുക? 40 പ്ലസ് 12/12 എന്ന് വെച്ചാൽ അവരുടെ പുതിയ ശരാശരി അല്ലെങ്കിൽ യഥാർത്ഥ ശരാശരി അത് 41 എന്ന് കിട്ടും. ഒരു വട്ടം കൂടി ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് സെറ്റാവും. ഇതേ ടൈപ്പ് ചോദ്യങ്ങൾ ഇനിയും വരുന്നുണ്ട്. പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. മക്കളെ, 7ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 3 പേരുടെ ശരാശരി വയസ്സ് 13. ഇതിൽ 2 പേരുടെ ശരാശരി വയസ്സ് 14. എങ്കിൽ 3ാമന്റെ വയസ്സ് എത്ര എന്ന് കണ്ടുപിടിക്കണം. ചെയ്യല്ലേ? ഓക്കെ. 3 പേരുടെ ശരാശരി പ്രായം 13. 2 പേരുടെ ശരാശരി പ്രായം 14. അപ്പോ ഇവരുടെ തുക എത്രയാ? 3 ഗുണം 13 അപ്പുറത്തെ 2 ഗുണം 14 ചെയ്താൽ കിട്ടും. നോക്കാം. 13 ഗുണം 3 ചെയ്താൽ കിട്ടുന്നത് 39. 14 ഗുണം 2 ചെയ്താൽ കിട്ടുന്നത് 28. എങ്കിൽ 3ാമന്റെ വയസ്സ് എത്ര എന്ന് ചോദിച്ചാൽ ഇവരുടെ വ്യത്യാസം 39 നിന്ന് 28 കുറച്ചാൽ എത്ര കിട്ടും? 39 നിന്ന് 28 കുറച്ചാൽ കിട്ടുന്നത് 11. അല്ലെ? 39 മൈനസ് 28 ചെയ്താൽ കിട്ടുന്നത് 11. 11 ഓപ്ഷൻ ബിയിൽ കിടക്കുന്നു. മക്കളെ, 8ാമത്തെ ചോദ്യം ഇങ്ങനെ. ആദ്യത്തെ 200 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 200 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എണ്ണൽ സംഖ്യകൾ, അഖണ്ഡ സംഖ്യകൾ, അനക സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ എല്ലാം പഠിച്ച് സെറ്റായിട്ടിരിക്കുക. അതിനിടയിലാണ് ഇത്തരം സംഖ്യകളുടെ ശരാശരി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്. എണ്ണൽ സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ എത്ര എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണോ കാണാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആ എണ്ണം എഴുതുക. 200. അതിൻ്റെ കൂടെ 1 കൂട്ടി എഴുതുക. +1. അതിൻ്റെ കൂടെ 1 കൂട്ടുക. എന്നിട്ട് പകുതി കണ്ടാൽ മതി. 200ന്റെ പകുതി 100. 1ന്റെ പകുതി അര അല്ലെങ്കിൽ 0.5. നമ്മുടെ ഉത്തരം 100.5 എന്ന് കിട്ടും. 100.5 എന്ന് കിട്ടും. ഇനി ഇതെങ്ങനെ വന്നേന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള സൂത്രവാക്യം നിങ്ങൾക്കറിയാം. തുക എന്ന് പറയുന്നത്, എണ്ണൽ സംഖ്യയുടെ തുക എന്ന് പറയുന്നത് n × n+1 all divided by 2 എന്നാണ്. അല്ലെ? എങ്കിൽ എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാ? എടാ, ആകെ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ്. ആകെ തുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എഴുതി n × n+1/2 ആണ്. അതിനെ എണ്ണം കൊണ്ട് ഹരിക്കണം എന്ന് വെച്ചാൽ ഒന്നുകിൽ ഇവിടെ ഓൾ ഡിവൈഡഡ് ബൈ n കൊടുത്ത് ഇവിടെ 1 ഇട്ട് പിന്നെ അതിനെ തലകുത്തനെ നിർത്താം. ഇവിടെ 1/n എന്ന് വരും. അതായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് താഴെ ഇരിക്കുന്ന 2ന്റെ കൂടെ n ചേർത്ത് എഴുതാം. ഓക്കെ. ചിലപ്പോൾ ഞാനിവിടെ n എഴുതുമ്പോൾ ചിലവർക്ക് സംശയം വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ n എങ്ങനെ വന്നു എന്നുള്ളത്. n × n+1/2 ഓൾ ഡിവൈഡഡ് ബൈ n ആയിരുന്നു. ഞാൻ താഴെ ഒരു 1 കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ n/1 എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യ, ഇവിടെ n × n+1/2 എന്ന് പറയുന്ന മറ്റൊരു ഭിന്നസംഖ്യ. അപ്പൊ 2 ഭിന്നസംഖ്യകളെ തമ്മിൽ ഹരിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഭിന്നസംഖ്യയെ നമ്മൾ അതുപോലെ നിർത്തും. രണ്ടാമത്തെ ഭിന്നസംഖ്യയെ നമ്മൾ തലകുത്തനെ നിർത്തും. 1/n. n/1 എന്നുള്ളത് 1/n എന്നാണ്. എന്നിട്ട് ഗുണിക്കും. ഓക്കെ. അപ്പൊ ഇവരെ തമ്മിൽ ഗുണിക്കുമ്പോൾ n × n+1 തന്നെയായി. ഇവരെ തമ്മിൽ ഗുണിക്കുമ്പോൾ താഴെ 2n ആയി. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഓക്കെ. ഇനി എന്ത് സംഭവിക്കൂടാ? ഈ എന്നും തമ്മിൽ കട്ടായി പോകും. അപ്പൊ എണ്ണൽ സംഖ്യയിലെ ശരാശരി എത്രയാ? എത്ര എണ്ണത്തിൻ്റെയാണോ ചോദിച്ചിരിക്കുന്നത് അത് എഴുതുക. അതിൻ്റെ കൂടെ 1 എഴുതുക. എന്നിട്ട് പകുതിയാണ്. ക്ലിയർ? ഇനി ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. മക്കളെ, 9ാമത്തെ ചോദ്യം ഇങ്ങനെ. ഒരു കുടുംബത്തിലെ 5 അംഗങ്ങളുടെ ശരാശരി പ്രായം തന്നിരിക്കുന്നു. അത് 23 വയസ്സ്. ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുടെ പ്രായം എന്നത് 11 വയസ്സാണ്. ഈ കുടുംബത്തിൽ ബാക്കിയുള്ളവരുടെ പ്രായത്തിന്റെ ശരാശരി എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 5 പേരുടെ ശരാശരി പ്രായം എന്ന് പറയുന്നത് 23. അപ്പൊ അവരുടെ പ്രായങ്ങളുടെ തുക
ഇവിടെ എണ്ണം, ഇത് ശരാശരി. അപ്പൊ അവരുടെ തുക എന്ന് പറയുന്നത് എണ്ണത്തെ ശരാശരി കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ്. 23 ഗുണം 5 എന്ന് പറയുന്നത് 230ന്റെ പകുതിയാണ്. 230ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 115. ഓക്കെ. പിന്നെ എന്ത് പറയുന്നു? ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുടെ പ്രായം 11 വയസ്സാണ്. അപ്പൊ ഈ 115ൽ ഒരു 11 എടുത്ത് കളയാം നമുക്ക്. അതാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ആളുടെ പ്രായം. 115ന്ന് 11 പോയാൽ കിട്ടുന്നത് 104ആണ്. 104ആണ്. ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഈ കുടുംബത്തിൽ ബാക്കിയുള്ളവരുടെ പ്രായത്തിന്റെ ശരാശരി. അപ്പൊ നമുക്ക് ഇവരുടെ തുക കിട്ടി, ബാക്കിയുള്ളവരുടെ പ്രായങ്ങളുടെ തുക കിട്ടി. ആ തുക എന്ന് പറയുന്നത് 104. അവരുടെ എണ്ണം എത്രയായിരിക്കും? 5 പേരുണ്ട്. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളെ നമ്മൾ എടുത്തു മാറ്റി. ബാക്കി എത്ര പേര്? 4 പേര്. ഇനി ശരാശരി, ഇവരുടെ ശരാശരി കാണാൻ എന്ത് ചെയ്യണം? ഈ തുകയെ 104നെ എണ്ണമായ 4 കൊണ്ട് ഹരിക്കണം. ഇത് ഹരിച്ചാൽ നമ്മുടെ ഉത്തരം. 4 കൊണ്ട് ഹരിക്കാനുള്ള എളുപ്പവഴി എന്താ? പകുതി കാണുക, വീണ്ടും പകുതി കാണുക. 104ന്റെ പകുതി, 104ന്റെ പകുതി ഞാനിവിടെ എഴുതാം. 104ന്റെ പകുതി 52. 52ന്റെ പകുതി നിങ്ങൾ നിസ്സംശയം പറയും 26. 26 എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഓപ്ഷൻ എ ആണ്. സെറ്റോട് സെറ്റ് എന്ന് കമന്റ് ചെയ്യണം. ഓക്കെ മക്കളെ, 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ, 10ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഒരാളുടെ 8 ദിവസത്തെ ആകെ വരുമാനം 4880 രൂപ എങ്കിൽ അയാളുടെ ഒരു ദിവസത്തെ ശരാശരി വരുമാനം എത്ര രൂപ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ആകെയുള്ള വരുമാനത്തെ 4880നെ എത്രയാണോ ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി, അല്ലെ? 8 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ നമുക്ക് ചെയ്യാം, ഇവിടെ തന്നെ ചെയ്യാം. 48ൽ എത്ര എട്ടുകൾ? 6 എട്ടുകൾ. 6ൽ തുടങ്ങുന്ന ഓപ്ഷനാണ് എല്ലാം. ഓക്കെ. 8ൽ എത്ര എട്ടുകൾ? ഒരു 8. 600 അല്ല, 601 അല്ല, 608 അല്ല. ഉത്തരം 610 ആണ്. ഈ ഒരു 0 ചേർത്താൽ 610. അപ്പോ ഒരു ദിവസത്തെ ശരാശരി വരുമാനം എന്ന് പറയുന്നത് 610 രൂപ. 610 രൂപ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മക്കളെ, 11ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 2 മുതലുള്ള ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? ഇത് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടണ്ട, ഏറ്റവും എളുപ്പമുള്ള ഒരു പരിപാടിയാണ്. ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. എത്ര മുതൽ എത്ര വരെ? 2 മുതൽ 50 വരെ. എന്ന് വെച്ചാൽ ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ്. 2 മുതലാണല്ലോ ഇരട്ട സംഖ്യ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പരിപാടി ഈ 50 എഴുതും. ഓക്കെ. എത്രയാണോ എണ്ണം അത് എഴുതുന്നു, അതിന്റെ കൂടെ 1 കൂട്ടുന്നു. കഴിഞ്ഞു. 50ന്റെ കൂടെ 1 കൂട്ടിയാൽ എത്രയാണ്? 51. അതാണ് ഉത്തരം. ഇനി ഇതെങ്ങനെ വന്നു എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞതുപോലെ ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എത്രയാ? n × n+1 അല്ലെ? അപ്പൊ ഇവരുടെ ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് ഈ തുകയെ n × n+1നെ ആകെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ്, n കൊണ്ട് ഹരിക്കുന്നതാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ n ക്യാൻസൽ ആവും. ബാക്കി ആരേ ഉള്ളൂ? n+1 മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്ര എണ്ണം ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണോ ചോദിച്ചിരിക്കുന്നത്, നമ്മൾ ആ എണ്ണം എഴുതുന്നു, അതിന്റെ കൂടെ 1 ചേർത്ത് എഴുതുന്നു. പരിപാടി ഗതം ഹോഗയ. റെഡി? അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് വാ മക്കളെ. 12ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന വിലകളുടെ മാധ്യം ഡാഷ് ആയിരിക്കും. ആ വിലകളാണ് ഈ കിടക്കുന്നത്. അപ്പൊ എന്താണ് മാധ്യം? പുതിയൊരു വാക്കാണല്ലോ, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. ഒന്നുമില്ലടാ. മാധ്യം എന്നതിനെ ഇംഗ്ലീഷിൽ മീൻ എന്ന് പറയും. ഇത് തന്നെയാണ് ശരാശരി. എന്താണോ ശരാശരി അത് തന്നെയാണ് മാധ്യം. ശരാശരിയുടെ മറ്റൊരു പേരാണ് മാധ്യം. ഓക്കെ. ഇത് തന്നെയാണ് ശരാശരി. നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി കൂട്ടണം. എത്ര എണ്ണം ഉണ്ടോ ആ എണ്ണം കൊണ്ട് ഹരിക്കണം. നമുക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ തന്നെ കൂട്ടിയാലോ? 27 3 30 30 60 ഇവരെ കൂട്ടിയപ്പോൾ 60 ഇരിക്കട്ടെ.
ഇനി ആരെങ്ങനെ എളുപ്പത്തിൽ കൂട്ടാൻ പറ്റുക? വേറെ ആരും ഇല്ല അല്ലെ? ഓക്കെ, അപ്പൊ എല്ലാരും കൂട്ടിപ്പോവാം. 40ഉം 50ഉം 90, 90ഉം 50ഉം 140, 140ഉം 60ഉം 200, 260, 320. ഓക്കെ, 320. ഇനി ഒറ്റയുടെ സ്ഥാനത്തുള്ളവരെ കൂട്ടാം. 6ഉം 5ഉം 11, 11 3ഉം 14, 14ഉം 8ഉം 22, 22ഉം 6ഉം 28, 28ഉം 8ഉം 36. ഓക്കെ, 320ഉം 60ഉം 380, 380ഉം 30ഉം 410, 410ഉം 6ഉം ഇവരുടെ തുക എന്ന് പറയുന്നത് 416. ഇനി എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 5 6 7 8, 8 പേരുണ്ട്. അപ്പൊ നമ്മൾ 8 കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് നോക്കാം, 41ൽ എത്ര എട്ടുകൾ? 5 എട്ടുകൾ. 5 8 40. 41ൽ നിന്ന് 40 പോയാൽ ബാക്കി 1. ആ 1 ഈ 6ന്റെ ഒപ്പം ചേർക്കുക. അപ്പൊ അത് എത്രയായി? 16ആയി. 16ൽ എത്ര എട്ടുകൾ? 16ൽ 2 എട്ടുകൾ. അപ്പൊ നമ്മുടെ ഉത്തരായി. ഇവരുടെ മാധ്യം എന്ന് പറഞ്ഞാൽ എത്ര എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ എ ആണ്, 52 ആണ്. മക്കളെ, 13ാമത്തെ ചോദ്യം ഇങ്ങനെയാണടാ. 40 പ്ലസ് കെ, 36 പ്ലസ് 2k, 32 പ്ലസ് 3k, 28 പ്ലസ് 4k, 24 പ്ലസ് 5k എന്നിവയുടെ മാധ്യം. മാധ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അത് ശരാശരി തന്നെയാണ്, ആവറേജ് തന്നെയാണ്. അത് 38 ആയാൽ, ഇത് വേണ്ട കേട്ടോ. ഓക്കെ, അവരുടെ മാധ്യം അല്ലെങ്കിൽ ശരാശരി 38 ആയാൽ കെയുടെ വില കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിത് ചെയ്യാം. ചെയ്യുന്നതിന് മുമ്പ് ഈ തന്നിരിക്കുന്ന സംഖ്യകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു സമാന്തര ശ്രേണിയിലാണ് കിടക്കുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? നോക്കിക്കടാ, ഇവിടെയുള്ള സ്ഥിരസംഖ്യകൾ, കോൺസ്റ്റന്റ് വിലകൾ നോക്കിക്കേ. 40, പിന്നീട് അത് 36ആയി, അവിടെ 4 കുറഞ്ഞു അല്ലേ? 36 പിന്നെ 32ആയി, അപ്പോഴും 4 കുറഞ്ഞു. 32 പിന്നെ 28ആയി, അപ്പോഴും 4 കുറഞ്ഞു. 28 പിന്നെ 24ആയി, അപ്പോഴും 4 കുറഞ്ഞു. ഇവിടെ എല്ലാം ഒരേ വ്യത്യാസത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇനി ഇവിടെയുള്ള കെയുടെ ഭാഗം നോക്കിക്കേ. ആദ്യം 1k ആയിരുന്നു, അത് പിന്നെ 2k ആയി, പിന്നെ 3k, പിന്നെ 4k, പിന്നെ 5k. കെയുടെ ഭാഗങ്ങളെല്ലാം ഓരോന്ന് കൂടി 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 പോകുന്നു. സോ ഈ പദങ്ങളിലുള്ളതെല്ലാം ഒരു ഭാഗത്ത് കുറയുന്നു, ഒരു ഭാഗത്ത് കൂടുന്നു. രണ്ടും ഒരു പ്രത്യേക ക്രമം പാലിച്ചു പോകുന്നു. അവർക്കിടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇവരെ സമാന്തര ശ്രേണികളാണ് എന്ന നിഗമനത്തിൽ എത്താം. സമാന്തര ശ്രേണികളുടെ ശരാശരി കാണാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി എന്നറിയോ? അവരുടെ നടുവിലുള്ള ആളെ എടുത്താൽ മതി. നോക്കാം, ഇവിടെ എത്ര പേരുണ്ട്? 1 2 3 4 5 പേര്. അപ്പൊ നടുവിലുള്ള ആൾ ആരാ എന്ന് ചോദിച്ചാൽ അത് 32 പ്ലസ് 3k. ഇതാണ് നടുവിലുള്ള ആള്. ഇയാളാണ് ഇവരുടെ ശരാശരി, അതായത് 38. ഇനി കെയുടെ വില ഇതിൽ നിന്ന് കണ്ടുപിടിക്കാലോ? പുഷ്പം പോലെ നിങ്ങൾ കണ്ടുപിടിക്കും അല്ലെ? അപ്പൊ ഇവിടെ 3k നിർത്തി, കൂട്ടണം 32ന് നമ്മൾ അപ്പുറത്തേക്ക് തട്ടി. അപ്പൊ അവിടെ 38 ഓൾറെഡി ഉണ്ട്. കൂട്ടണം 32 പോയപ്പോൾ കുറയ്ക്കണം 32ആയി. എങ്കിൽ ഒരു കെയുടെ വില 38ൽ നിന്ന് 32 പോയപ്പോൾ 6. ഓക്കെ, ഇനി ഗുണിക്കണം 3നെ നമ്മൾ അപ്പുറത്തേക്ക് തട്ടി, അപ്പോൾ അത് ഹരിക്കണം 3ആയി. 6നെ 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 2. ഈ 2ആണടാ മക്കളെ കെയുടെ വില. ദേ കിടക്കുന്നു ഓപ്ഷൻ ബിയിൽ. സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മക്കളെ. 14ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു 10 അംഗ ടീമിന്റെ പ്രായത്തിന്റെ മാധ്യം അഥവാ മീൻ അല്ലെങ്കിൽ ശരാശരി അല്ലെങ്കിൽ ആവറേജ് അത് 28ആണ്. 10 പേരുടെ ശരാശരി 28. പുതുതായിട്ട് ഒരാൾ കൂടി ടീമിൽ ചേർന്നപ്പോൾ പ്രായത്തിന്റെ മാധ്യം അഥവാ ശരാശരി എത്രയായി? 29ആയി. എങ്കിൽ പുതുതായി ചേർന്ന ആളുടെ പ്രായം എത്ര? ഓക്കെ, കണ്ടുപിടിക്കല്ലേ നമുക്ക്. 10 പേരുടെ ശരാശരി പ്രായം 28. ഒരാളും കൂടി പുതിയതായിട്ട് വന്നു, അപ്പൊ 11 പേരായി. 11 പേരുടെ ശരാശരി പ്രായം എത്രയായടാ? അത് 29ആയി.
നമ്മൾ ചെയ്യുന്ന പഴയ പരിപാടി. 10 11 എന്ന് വെച്ചാൽ ഒന്നുകൂടി. 28 29 എന്ന് വെച്ചാൽ ഇവിടെയും ഒന്നുകൂടി. നമ്മൾ ഇപ്പുറത്തിരിക്കുന്ന ആളെ അങ്ങേ തലക്കിലുള്ളവനെ കൊണ്ട് ഗുണിക്കുന്നു, അങ്ങേ തലക്കിലുള്ളവനെ ഇങ്ങേ തലക്കിലുള്ള ആളെ കൊണ്ട് ഗുണിക്കുന്നു. ആകെ ചക്കപ്പക്ക. പരിപാടി കഴിഞ്ഞു. ഓക്കെ. അപ്പൊ 1 ഗുണം 29 അല്ലെങ്കിൽ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. എടാ ഇവിടെയും 1 ആണ് അധികം, അപ്പുറത്തും 1 ആണ് അധികം. 1 ആണ് അധികം എങ്കിൽ ഇത്രയും ചെയ്യണ്ട, നിങ്ങൾ ഒറ്റ പരിപാടി ചെയ്താൽ മതി. ഇങ്ങേ തലക്കിലുള്ള ആളെ എഴുതുക, അവസാനം ഇരിക്കുന്ന ആളെയും എഴുതുക, എന്നിട്ട് അതങ്ങോട്ട് കൂട്ടുക. ഓക്കെ. 10 + 29 ഉത്തരം 39. ഇവിടെയും 1 ആണ് കൂടിയത്, അപ്പുറത്തും 1 ആണ് കൂടിയതെങ്കിലേ ഈ പരിപാടി. അല്ലെങ്കിൽ ഇവിടെ 1 കുറഞ്ഞു, അപ്പുറത്തും 1 കുറഞ്ഞു എങ്കിലും ഈ പരിപാടി എടുക്കാം. ക്ലിയർ ആണ്? ഈ ട്രിക്ക് പറയാനുള്ള കാരണം മിക്ക ചോദ്യങ്ങളും 1 ഇപ്പുറത്തും കൂടും, 1 അപ്പുറത്തും കൂടും, അല്ലെങ്കിൽ 1 ഇവിടെ കുറയും, 1 അവിടെ കുറയും. ഇതാണ് ചോദിച്ചിട്ടുള്ള ഭൂരിഭാഗം ചോദ്യങ്ങളിലും വന്നിരിക്കുന്നത്. സോ ഈ ഒരു എളുപ്പ വഴി കൂടി നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. അപ്പൊ നമ്മുടെ ശരാശരി പ്രായം, പുതിയ ആളുടെ പ്രായം അത് 39. ഓപ്ഷൻ ഡി. ഓക്കെ മക്കളെ, 15ാമത്തെ ചോദ്യം നോക്കിക്കേ. തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ മാധ്യം ശരാശരി അത് 28 ആണെന്ന് തന്നിരിക്കുന്നു എങ്കിൽ ആദ്യത്തെ സംഖ്യ ഏത്? ഓക്കെ. അപ്പൊ ഞാനിവിടെ ഇരട്ട സംഖ്യകളെ ഒന്ന് എഴുതുന്നു. ആദ്യത്തെ സംഖ്യ ഞാൻ എക്സ് ആണെന്ന് വിചാരിച്ചാൽ അടുത്ത സംഖ്യ എത്രയായിരിക്കും? ഇരട്ട സംഖ്യകൾക്കിടയിലുള്ള വ്യത്യാസം 2 ആണ്, അല്ലടാ. ഒരു ഇരട്ട സംഖ്യ 24 ആണെങ്കിൽ അടുത്ത ഇരട്ട സംഖ്യ എത്ര? 24ന്റെ കൂടെ 2 കൂട്ടിയത് 26. അപ്പൊ എല്ലാ ഇരട്ട സംഖ്യകൾക്കും ഇടയിൽ വരുന്ന വ്യത്യാസം 2 ആണ്, നമുക്കറിയാം. അപ്പൊ ആദ്യത്തെ ഇരട്ട സംഖ്യ എക്സ് എന്ന് എടുത്താൽ രണ്ടാമത്തെ ഇരട്ട സംഖ്യ അതിന്റെ കൂടെ 2 കൂടിയത് x+2. മൂന്നാമത്തെ ഇരട്ട സംഖ്യ x+2ന്റെ കൂടെ 2 കൂടിയത് x+4. നാലാമത്തെ ഇരട്ട സംഖ്യ മൂന്നാമത്തെ ഇരട്ട സംഖ്യയുടെ കൂടെ 2 കൂടിയത് x+6. എങ്കിൽ അഞ്ചാമത്തെ ഇരട്ട സംഖ്യ നാലാമത്തെ ഇരട്ട സംഖ്യയുടെ കൂടെ 2 കൂടിയതല്ലേ? x+6ന്റെ കൂടെ 2 കൂട്ടിയാൽ x+8 അല്ലെ? ഞാൻ പറഞ്ഞു എടാ, ഒരേ വ്യത്യാസമുള്ള സമാന്തര ശ്രേണികളുടെ ശരാശരി എന്ന് പറയുന്നത് നടുവിലുള്ള ആളായിരിക്കും, മിഡിലുള്ള ആളായിരിക്കും, കൃത്യം നടുവിലിരിക്കുന്ന ആളായിരിക്കും. ഇവിടെ നടുവിലിരിക്കുന്ന ആളാരാ? x+4. ഇതാണ് ശരാശരി. അത് എത്രയെന്ന് തന്നിരിക്കുന്നു? 28. എങ്കിൽ എക്സിന്റെ വില എത്രയാ? എക്സിന്റെ വില എന്ന് പറയുന്നത് കൂട്ടണം 4ന് നമ്മൾ അപ്പുറത്തേക്ക് തട്ടുന്നു, അവിടെ 28 ഉണ്ട്. സോ കൂട്ടണം 4 അപ്പുറത്തേക്ക് പോയപ്പോൾ കുറയ്ക്കണം 4 ആയി. 28ൽ നിന്ന് 4 കുറച്ചാൽ കിട്ടുന്നത് 24. ആദ്യത്തെ സംഖ്യയല്ലേ ഈ എക്സ്? ആദ്യത്തെ സംഖ്യ കാണാനല്ലേ ചോദ്യം? നമുക്ക് ഉത്തരമായി ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. മക്കളെ, 16ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു ക്ലാസ്സിലെ 20 ആൺകുട്ടികളുടെ ഭാരത്തിന്റെ മാധ്യം ശരാശരി അത് 60 കിലോഗ്രാം. 30 പെൺകുട്ടികളുടെ ഭാരത്തിന്റെ മാധ്യം അത് 50 കിലോഗ്രാം. എങ്കിൽ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ ഭാരത്തിന്റെ മാധ്യം എത്രയെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ചെയ്യാം. 20 കുട്ടികളുടെ ശരാശരി ഭാരം 60. അപ്പൊ അവരുടെ തുക എത്രയായിരിക്കും? 20 ഗുണം 60 എത്രയാ? 2 6 12 0 0 1200. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 30 പെൺകുട്ടികളുടെ ശരാശരി ഭാരം എത്രയാ? 50 കിലോ. അപ്പൊ അവരുടെ ഭാരത്തിന്റെ തുക എത്രയാ? 3 ഗുണം 5 15 2 0 1500. അപ്പൊ ഇവരുടെ ഭാരങ്ങളുടെ തുക, മൊത്തത്തിലുള്ള ഭാരങ്ങളുടെ തുക എന്ന് പറയുന്നത് 0072 2700 ആണ്. ഇവരുടെ മൊത്തത്തിലുള്ള എണ്ണം എന്ന് പറയുന്നത്, ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 50 ആണ് അല്ലെ? 30 പെൺകുട്ടികളും 20 ആൺകുട്ടികളും, മൊത്തത്തിൽ 50 പേര്. എങ്കിൽ ഈ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ ഭാരത്തിന്റെ ശരാശരി എത്രയായിരിക്കും? ആകെ തുകയെ ആകെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതായിരിക്കും അല്ലെ? ഈ 0 ക്യാൻസലായി. 27ൽ 5 അഞ്ചുകൾ, 5 5 25 ആണ്. അപ്പൊ 27ൽ നിന്ന് 25 പോയാൽ ബാക്കി 2.
ആ 2 ഇപ്പുറത്തേക്ക് ഇട്ടു, 20ആയി. 20ൽ എത്ര അഞ്ച്? 20ൽ 4 അഞ്ചുകൾ. നമ്മുടെ ഉത്തരം 54. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മക്കളെ. 17ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 4, 8, 11, 28 എക്സ്, എക്സ് പ്ലസ് 8, 40, 45, 47, 50 എന്നിവ ആരോഹണ ക്രമത്തിലുള്ള സംഖ്യകളാണ്. ഇവയുടെ മധ്യമം 34. ഇത് പുതിയൊരു വാക്ക്, മധ്യമം എന്ന് വെച്ചാൽ മീഡിയൻ. ഇനി എന്താണ് മീഡിയൻ അല്ലെങ്കിൽ എന്താണ് മധ്യമം എന്ന് പറയാം, അല്ലെങ്കിൽ മധ്യാങ്കം എന്നൊക്കെ പറയൂട്ടോ. മധ്യമം അല്ലെങ്കിൽ മധ്യാങ്കം, ഇംഗ്ലീഷിൽ അതിനെ മീഡിയൻ എന്ന് പറയും. ഇനി എന്താണ് മീഡിയൻ എന്ന് പറഞ്ഞുതരാം, അല്ലെങ്കിൽ എന്താണ് മധ്യമം, മധ്യാങ്കം എന്നുള്ളത് പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേൾക്കണം. എടാ, മധ്യാങ്കം എന്ന ആ വാക്കിൽ തന്നെയുണ്ട് മധ്യത്തിലുള്ള അംഗം, കൃത്യം നടുവിൽ നിൽക്കുന്ന ആള്. ഇതിങ്ങനെയാണോ ഇങ്ങനെയാണോ എഴുതാന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. നടുവിലുള്ള ആള്, അതായത് തന്നിരിക്കുന്ന സംഖ്യകളെ ഒന്നുകിൽ ആരോഹണ ക്രമത്തിൽ എഴുതും, അല്ലെങ്കിൽ അവരെ അവരോഹണ ക്രമത്തിൽ എഴുതും. എന്നിട്ട് ആ സംഖ്യകളുടെ എണ്ണം എടുക്കും. എത്ര സംഖ്യകളുണ്ടെന്ന് എണ്ണി നോക്കും. ആ എണ്ണം ഒറ്റ എണ്ണമാണെങ്കിൽ, അതായത് 5ഓ 7ഓ 11ഓ 15ഓ 17ഓ അങ്ങനെ ഒറ്റ എണ്ണങ്ങളാണ് ആ എണ്ണമെങ്കിൽ നമ്മൾ അതിന്റെ കൃത്യം നടുവിലുള്ള ആളെ എടുക്കും. ഇനി നമ്മളിങ്ങനെ എണ്ണം എടുക്കുമ്പോൾ അതിൽ എത്ര സംഖ്യകളുണ്ടെന്ന് എണ്ണി നോക്കുമ്പോൾ ആ എണ്ണം ഇരട്ട എണ്ണമാണെങ്കിൽ, അതായത് 8ഓ 16ഓ 32ഓ അങ്ങനെ എണ്ണം ഇരട്ട എണ്ണമാണെങ്കിൽ നമ്മൾ ആ നടുവിലുള്ള 2 സംഖ്യകളുടെ തുക കാണും, എന്നിട്ട് അതിന്റെ പകുതി എടുക്കും. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾസ് വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ഈ ചോദ്യം ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ആളുകളെ ഞാനൊന്ന് എഴുതുന്നു. 4, 8, 11, 28 എക്സ്, എക്സ് പ്ലസ് 8, 40, 45, 47, 50 ഇവരെ ആരോഹണ ക്രമത്തിൽ എഴുതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് എഴുതിയിരിക്കുന്നത്. ഇനി എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അവരുടെ എണ്ണം ഇരട്ട എണ്ണമാണ് അല്ലെ. 10 ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പൊ ഇവരുടെ എണ്ണം ഇരട്ട എണ്ണമാണ് എങ്കിൽ എന്ത് ചെയ്യണം? ഇവർക്ക് നടുവിലുള്ള ആളുകൾ, കൃത്യം നടുവിൽ വരുന്ന 2 ആളുകൾ ആരൊക്കെയാണ്? അത് ഇവരാണ്. ഇവരുടെ നടുവിലുള്ള ആളെ നമ്മൾ കൂട്ടും. എക്സ്, എക്സ് പ്ലസ് 8 ഇവരെ നമ്മൾ കൂട്ടുന്നു, എന്നിട്ട് പകുതി എടുക്കുന്നു. ഓക്കെ, എങ്കിൽ നമുക്ക് കിട്ടും എന്ത്? മധ്യമം, മീഡിയൻ അല്ലെങ്കിൽ മധ്യാങ്കം. അത് എത്രയും തന്നിട്ടുണ്ട്? 34. എങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞില്ലേ? ഇത് സോൾവ് ചെയ്താൽ പോരെ? ഒരു എക്സ് വീണ്ടും ഒരു എക്സ്, മൊത്തത്തിൽ 2x. 2x പ്ലസ് 8 സമം അപ്പുറത്ത് 34. ഈ ഹരണം 2നെ നമ്മൾ അപ്പുറത്തേക്ക് തട്ടി, അപ്പൊ അത് ഗുണനം 2ആയി. ഓക്കെ, അപ്പൊ 2x പ്ലസ് 8 എന്നത് 34ന്റെ ഇരട്ടി 68. ഓക്കെ, അപ്പൊ 2x എത്രയാടാ? 2x എന്നത് എത്രയാ? 2x എന്നത് അപ്പുറത്ത് 68 ഉണ്ട്. കൂട്ടണം 8ന് നമ്മൾ അപ്പുറത്തേക്ക് തട്ടി, അത് കുറയ്ക്കണം 8ആയി. 68ൽ നിന്ന് 8 പോയാൽ കിട്ടുന്നത് 60. അപ്പൊ നമുക്ക് കിട്ടി 2x എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോ 1xന്റെ വില എത്രയാ? അത് 60ന്റെ പകുതി അല്ലെ. ഗുണിക്കണം 2ന് അപ്പുറത്തേക്ക് തട്ടി, അപ്പൊ ഹരിക്കണം 2ആയി. 60ന്റെ പകുതി എന്ന് ചോദിച്ചാൽ എത്ര എന്ന് ചോദിച്ചാൽ അത് 30 ആണ്. 30 മാത്രമാണ്. ഓപ്ഷൻ ബി ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മക്കളെ. 18ാമത്തെ ചോദ്യം ഇങ്ങനെയാണടാ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 5, 7, 6, 3, 2, 5, 8, 12 എന്നീ സംഖ്യകളുടെ മധ്യമം ആകുന്നത് ഏത്? മധ്യമം എന്താണെന്ന് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞു. തന്നിരിക്കുന്ന സംഖ്യകളെ ഒന്നുകിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക, അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ എഴുതുക. എന്താണ് ആരോഹണ ക്രമം? മറന്നു പോകരുത്. ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അവരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ ചോദ്യം ആരോഹണ ക്രമത്തിലായിരുന്നു. അപ്പൊ നമുക്കിത് അവരോഹണ ക്രമത്തിൽ എഴുതാം. വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാം. അപ്പൊ ഏതാണ് ഈ തന്നിരിക്കുന്ന സംഖ്യകളിൽ വലുത്? അത് 12. 12 എഴുതി.
പിന്നെ ആരാ വലുത്? 8. പിന്നെ 7, പിന്നെ 6, പിന്നെ 5, പിന്നെ ഒരു 5, പിന്നെ 3, പിന്നെ 2. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കണം. എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8 പേരുണ്ട്. 8 പേരുണ്ടെങ്കിൽ കൃത്യം നടുവിൽ വരുന്ന 2 ആളുകളെ കൂട്ടണം, പകുതി എടുക്കണം. ആരാ കൃത്യം നടുവിൽ വരുന്ന ആളുകൾ? ഇവരാണ് അല്ലേ? ഈ 2 പേരെ മാറ്റി വെച്ചാൽ ഇപ്പുറത്തെ സൈഡിൽ 3, അപ്പുറത്തെ സൈഡിൽ 3 പേര്. അപ്പൊ കറക്റ്റ് നടുവിൽ വരുന്നത് ഈ 2 പേരാണ്. അപ്പോൾ ഇവരെ തമ്മിൽ കൂട്ടണം, പകുതി എടുക്കണം. 6ഉം 5ഉം കൂട്ടിയാൽ കിട്ടുന്നത് എത്രയാ? 11. 11ന്റെ പകുതി എത്രയാടാ? 11ന്റെ പകുതി അത് 5.5 അല്ലേ? 5.5. 10ന്റെ പകുതി 5, ബാക്കി 1ന്റെ പകുതി അര. അങ്ങനെയാണ് 11ന്റെ പകുതി 5.5 എളുപ്പത്തിൽ എടുത്തത്. 5.5 ബി. അതാണ് നമ്മുടെ ഉത്തരം. നമ്മൾ പോകുന്നു 19ാമത്തെ ചോദ്യത്തിലേക്ക്. മക്കളെ 19ാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. 19ാമത്തെ ചോദ്യം ഇങ്ങനെ: 4 മൂന്നക്ക സംഖ്യകളുടെ ശരാശരി 335 കണക്കാക്കിയിരിക്കുന്നു. എന്നാൽ അതിൽ 8 എന്ന അക്കം ഒരു സംഖ്യയുടെ 2ാം സ്ഥാനത്തും മറ്റൊരു സംഖ്യയുടെ 3ാം സ്ഥാനത്ത്, അതായത് അവസാനത്തെ സ്ഥാനത്താണ് ഉള്ളത്. ഇത് 3 എന്ന് തെറ്റായി വായിച്ചു. 8 ശരിക്കുള്ളത്, പക്ഷെ അതിന് പകരം 3 എന്നാണ് വായിച്ചത്. തെറ്റായി വായിച്ചു. ഈ തെറ്റ് പരിഹരിച്ചാൽ ഈ 4 സംഖ്യകളുടെ ശരാശരി, ആക്ച്വൽ ശരാശരി എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ചോദ്യത്തിന് ഇത്തിരി വലിപ്പമുണ്ടെന്നുള്ളത്. ഓക്കെ, നോക്കാം നമുക്ക്. 4 മൂന്നക്ക സംഖ്യകളുടെ ശരാശരി തന്നിരിക്കുന്നു. ശരാശരി 4 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 335. ഇനി പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കിക്കണ. 8 എന്ന അക്കം ഒരു സംഖ്യയുടെ 2ാമത്തെ സ്ഥാനത്താണ്. ഒന്ന് നോക്കിക്കേ. 3 അക്കങ്ങളുള്ള ഒരു സംഖ്യ, അതിന്റെ 2ാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് 10ന്റെ സ്ഥാനമല്ലേ? ഇവിടെ ഒരു 3 എഴുതിയാൽ അത് 30 എന്ന് വായിക്കും, 8 എഴുതിയാൽ 80 എന്ന് വായിക്കും അല്ലേ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ആ സംഖ്യയുടെ 3ാമത്തെ സ്ഥാനം. 3ാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനം. ഓക്കെ, അവിടെ എന്താ ഉണ്ടായത്? 8 എന്ന അക്കം ഒരു സംഖ്യയുടെ 2ാമത്തെ സ്ഥാനത്തും മറ്റൊരു സംഖ്യയുടെ 3ാമത്തെ സ്ഥാനത്തുമാണ് ഉള്ളത്. ഇത് അവരെങ്ങനെയാ വായിച്ചത്? ഇത് 3, 3, 33 എന്നാ വായിച്ചത്. ശരിക്കും അത് എത്രയായിരുന്നടാ? ശരിക്കും അത് 88 ആയിരുന്നു അല്ലെ? അപ്പൊ ഇവർക്കിടയിലുള്ള വ്യത്യാസം എത്രയാ? 88 മൈനസ് 33 എത്രയാണ്? അത് 55. അപ്പൊ കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? 55 കുറച്ചിട്ട് അവർ കൂട്ടിയിരിക്കണേ. അവരാകെ 33 കൂട്ടിയിട്ടുള്ളൂ. 88 കൂട്ടേണ്ട സ്ഥലത്ത് അവർ 33 കൂട്ടിയിട്ടുള്ളൂ. അപ്പോ ഈ തുകയിലേക്ക് ഒരു 55ഉം കൂടി ചേർക്കണം. എങ്ങനെ ചേർക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എടാ, ഈ വ്യത്യാസത്തെ എന്ത് ചെയ്യണം? ഈ 4 സംഖ്യകൾക്കുമായി പകുത്ത് കൊടുക്കണം, വീതിച്ചു കൊടുക്കണം. 55നെ 4 പേർക്കും ഭാഗിച്ചു കൊടുക്കണം. എങ്ങനെയാ 55 കൊണ്ട് ഒരു സംഖ്യനെ എളുപ്പത്തിൽ ഹരിക്കുക? ആ 55നെ പകുതി എടുക്കുക, വീണ്ടും പകുതി എടുക്കുക. 55ന്റെ പകുതി 50ന്റെ പകുതി 25, 5ന്റെ പകുതി 2.5. അപ്പൊ 25ഉം 2രും 27.5. ഓക്കെ, 27.5. 27യുടെ പകുതി പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക. 27നെ 26 പ്ലസ് 1 പ്ലസ് 0.5. അപ്പൊ 27നെ 26ഉം 1ഉം അരയുമായിട്ട് ഞാൻ ഭാഗിച്ചു. 26ന്റെ പകുതി 13, 1ന്റെ പകുതി അര, അരയുടെ പകുതി 1/4. ഓക്കെ, ഇതെല്ലാം കൂട്ടിച്ചേർത്താൽ കിട്ടുന്നതാണ് 55 ഹരിക്കണം 4. അതെത്രയാടാ? 13ഉം അരയും 13.5, 13.5യും 1/4 13.75, അഥവാ 13.75. 13.75. ഇതെന്താക്കണം? ഈ ശരാശരിയിലേക്ക് കൂട്ടിച്ചേർക്കണം. 13.75 കൂടി ചേരണം. അപ്പൊ എത്ര കിട്ടും? 335ഉം 13ഉം കൂട്ടിയാൽ 348, പിന്നെ ഒരു 1/4 കൂടി 0.75 കൂടി. ഇതാണ് നമ്മുടെ ആക്ച്വൽ ശരാശരി 348.75. 348.75 ഓപ്ഷൻ ബിയിൽ കിടക്കുന്നു. സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 10 സംഖ്യകളുടെ ശരാശരി തന്നിരിക്കുന്നു 12.
ഓരോ സംഖ്യയിൽ നിന്നും 3 വീതം കുറച്ചാൽ. ഈ ടൈപ്പ് ചോദ്യം നമ്മൾ നേരത്തെ ചെയ്തു അല്ലേ? ഇനി നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാം. ശരാശരി 12 എല്ലാ സംഖ്യയിൽ നിന്നും എന്ത് ചെയ്തിരിക്കുന്നു? കുറച്ചിരിക്കുന്നു. അപ്പൊ ശരാശരിയിൽ നിന്നും കുറയ്ക്കണം. എത്ര വീതം കുറച്ചിരിക്കുന്നേ? 3 വീതം. 3 കുറയ്ക്കുന്നു. 12ൽ നിന്ന് 3 കുറച്ചാൽ ഡിങ് ഡിങ് ഡിങ്കിടിക്ക 9. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ. സെറ്റല്ലേ? അപ്പോ നമ്മുടെ 20 ചോദ്യങ്ങൾ കഴിഞ്ഞു. 21ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. 21ാമത്തെ ചോദ്യം ഇങ്ങനെ: ഒരു ബസ്സിൽ യാത്ര ചെയ്തിരുന്ന 21 പേരുടെ ശരാശരി ടിക്കറ്റ് നിരക്ക് 25 രൂപ. അടുത്ത സ്റ്റോപ്പിൽ ഒരാൾ ഇറങ്ങി. ബാക്കിയുള്ളവരുടെ ശരാശരി ടിക്കറ്റ് നിരക്ക് 25 രൂപ 40 പൈസ എങ്കിൽ ഇറങ്ങിയ ആളുടെ ടിക്കറ്റ് നിരക്ക് എത്രയാണ്? സിമ്പിൾ ചോദ്യമാണ്. നമ്മൾ പഠിച്ച അതേ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നു. 21 പേരുടെ ശരാശരി എന്ന് പറയുന്നത് 25 രൂപ. ഒരാൾ ഇറങ്ങി, അപ്പൊ 20 പേരായി. 20 പേരുടെ ശരാശരി ടിക്കറ്റ് എത്രയാ? 25 രൂപ 40 പൈസ. 25.40. ഓക്കെ, അല്ലെങ്കിൽ 25.4. 40 എന്ന് പറഞ്ഞാലും 4 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. ഇനി നമ്മൾ നോക്കുന്നു, ഇവിടെ 21 എന്നത് 20 അപ്പൊ 1 കുറഞ്ഞു. ഇവിടെ 25 എന്നുള്ളത് 25.4 ഇവിടെ 0.4 കൂടി. ഓക്കെ, രണ്ട് ചിഹ്നങ്ങളാണ് രണ്ട് സൈഡിലും. ചിഹ്നത്തിന് വിലയുണ്ട്. നമ്മളിത് ചെയ്യുന്നു. -1 ഗുണിക്കണം 25.4. അപ്പോ -25.4 പ്ലസ് 0.4 ഗുണിക്കണം 21. ചിലപ്പോൾ സംശയം ഉണ്ടാവും. 21 ഗുണിക്കണം 0.4. നമ്മൾ എന്ത് ചെയ്യും? ഡെസിമൽ ഡിജിറ്റുകൾ നിങ്ങൾ കൃത്യമായി കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ഈ പോയിന്റ് ഒഴിവാക്കിയിട്ടുള്ള സംഖ്യ ഗുണിക്കും. 21 ഗുണിക്കണം 4 ചെയ്യും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 84 എന്ന് കിട്ടും. പിന്നെ എന്ത് ചെയ്യും? എടാ, ഈ ചോദ്യത്തിൽ ആകെ എത്ര ഡെസിമൽ ഡിജിറ്റ് ഉണ്ട്? അതായത് ആ കുത്ത് കഴിഞ്ഞിട്ട് എത്ര അക്കങ്ങൾ? ഇവിടെ കുത്ത് കഴിഞ്ഞിട്ട് ഒരക്കമില്ല, പക്ഷെ ഇവിടെ കുത്ത് കഴിഞ്ഞിട്ട് ഒരക്കുണ്ട്. അപ്പൊ ചോദ്യത്തിൽ ആകെ കുത്ത് കഴിഞ്ഞിട്ട് ഒരക്കം. അപ്പൊ ഉത്തരത്തിലും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരാൾ വേണം, ആ കുത്ത് കഴിഞ്ഞിട്ട് ഒരാൾ വേണം. നമ്മൾ പുറകിൽ നിന്നും 1 കഴിഞ്ഞിട്ട് കുത്തിടും. അപ്പോൾ 21 ഗുണിക്കണം 0.4 ഉത്തരം 8.4. അപ്പോൾ പ്ലസ് 0.4 × 21 എന്ന് പറഞ്ഞാൽ പ്ലസ് 8.4. ഓക്കെ, ഇവിടെ നെഗറ്റീവ് 25.4 ഇപ്പുറത്ത് പോസിറ്റീവ് 8.4. 25 രൂപ 40 പൈസ കടം, 8 രൂപ 40 പൈസ പോക്കറ്റിൽ. എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ചേർക്കണം. 25.4 നിന്ന് കുറയ്ക്കണം 8.4. കുറച്ചാൽ 0.4 കൂടി 0 പോയി. 25 നിന്ന് 8 കുറച്ചാൽ കിട്ടുന്നത് 17. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാ? ഇറങ്ങിപ്പോയാളുടെ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് 17 രൂപയാണ്. 17 രൂപയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. മക്കളെ, ഇതോടുകൂടി 2021 ശരാശരി എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള 21 ചോദ്യങ്ങളും ഇവിടെ പൂർത്തിയാവാണ്. ഇനി 2022, 2023, 2024, 2025 ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ വീഡിയോസ് ഒക്കെ കൃത്യമായി കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇതിലൊരു ചോദ്യം തന്നിട്ടുണ്ട്, അത് കമന്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എടാ, നിങ്ങളുടെ ആവേശം കെട്ടടങ്ങി പോകരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം പലർക്കും തുടക്കത്തിൽ ഭയങ്കര ആവേശമാണ്. പോകെ ആവേശങ്ങൾ ഇങ്ങനെ പതുക്കെ കെട്ടടങ്ങി പോകും. അത് സംഭവിക്കാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അതിനത്രത്തോളം തീവ്രമായ ഒരു റീസൺ നിങ്ങളുടെ ഉള്ളിൽ വേണം. എടാ, എന്തിനാണ് PSC പഠിക്കുന്നത്? നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ. സുരക്ഷിതമാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താ? എടാ, നിങ്ങളുടെ നാട്ടിലുണ്ടാകുന്ന വില, നിങ്ങളുടെ വീട്ടുകാർക്കിടയിൽ ഉണ്ടാകുന്ന വില. പണമുണ്ടെങ്കിലേ നിങ്ങൾക്ക് വിലയുള്ളൂ. നിങ്ങൾക്കെന്നല്ല, ആർക്കും വിലയുള്ളൂ. പണമുണ്ടെങ്കിലേ വിലയുള്ളൂ. പണം നല്ല രീതിക്ക് ഉണ്ടാക്കണം. സമൂഹത്തിൽ ഒരു വിലയുണ്ടാവണം. എല്ലാവരുടെ മുമ്പിലും നമ്മൾ കുറെ കളിയാക്കലുകൾ കേട്ടു, പരിഹാസങ്ങൾ കേട്ടു. നമ്മൾ കുറെ ആളുകളുടെ മുമ്പിൽ തല കുനിച്ച് നിന്നു. എടാ, അതിനൊക്കെ ഒരു മാറ്റം വരണം. അതിന് നമ്മൾ പ്രയത്നിക്കണം. നമ്മൾ പണിയെടുത്ത് കഷ്ടപ്പെട്ട് പഠിച്ച് ഈ ജോലി വാങ്ങണം. ആ ജോലി വാങ്ങിയ ശേഷം നമ്മൾ ഇവിടെ അടിച്ചു പൊളിക്കും.
ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. ബൈ.